അതെ തല്ല് മന്മഥൻ വരുന്നുണ്ട് കേട്ടോ. തല്ല് മന്മഥൻ ഓനൊന്നും അങ്ങോട്ട് പൊക്കി വിടാം. അതെ അതെ. നമുക്കൊരു നേരം പോക്കാവും, ഓനക്കൊരു സുഖം. അതെ അതെ. வணக்கம் சார். சார் 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 சொல்லுங்க சார். கவலைப்பட வேண்டாம், நான் வந்துடுவேன். கண்டிப்பா வந்துடுவேன், கண்டிப்பா வந்துடுவேன். சரி சார், வணக்கம் வணக்கம் சார். ஓகே சார், ஓகே. சரி சரி. ധാരാ മന്മഥ മുഖ്യമന്ത്രിയാ, തമിഴ്നാട് മുഖ്യമന്ത്രിയാ? മുഖ്യമന്ത്രി വൈകാതെ വിളിക്കും. ഇത് തമിഴ്നാട് കളക്ടറുടെ PA ശ്രീധരേട്ടൻ, ചെന്നൈന്ന്. അത് ശരി. എന്താ വിഷയം എന്താണെന്ന് അറിയോ? മുല്ലപ്പെരിയാർ വിഷയം എങ്ങും എത്താതെ കിടക്കില്ലയോ? അപ്പൊ അതൊരു ധാരണയാക്കി കൊടുക്കാൻ ഞാനൊന്ന് ചെല്ലണം. ഈ പറഞ്ഞോ, ചെല്ലാൻ പറഞ്ഞോ? ശരിയായി. എങ്ങനെയെങ്കിലൊക്കെ അതങ്ങൊരു ഒത്തീർപ്പായി പോട്ടെന്ന്. സൂപ്പറാണോ? സൂപ്പറാണ്. അതെ, ഇതിപ്പോ ഈ തമിഴ്നാടായിട്ടുള്ള ബന്ധം ഒന്നും തുടങ്ങിയതല്ല. അല്ല, അത് മൂപ്പർക്ക് അറിയില്ല. പല കാര്യങ്ങളും ഇവിടുത്തെ പലർക്കും അറിയില്ലേ. അതായത് പണ്ട് കാലത്ത് ഒരു സിനിമ, ആ സിനിമ എടുക്കാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്ന അയാളുടെ കായൊക്കെ തീർന്ന് പിന്നെ പൈസ ഇല്ലാണ്ട് പകുതിക്ക് നിന്ന് ആ സമയത്ത് മന്മഥനായിട്ട് ബന്ധപ്പെടുക. കാശിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് സിനിമ പൂർത്തീകരിക്കണമെങ്കിൽ പൂർത്തീകരിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ട കോടീശ്വരന്മാരായിട്ടുള്ള ബന്ധമല്ലോ ഇതിന്. നമ്മളൊരു സഹായം ചെയ്തു അത്രേ ഉള്ളൂ. അങ്ങനെ ആ സിനിമക്ക് വേണ്ട കായ് എത്ര കോടിയാച്ച അത്ര അങ്ങോട്ട് കൊടുക്കുക. അവസാനം ഇവർക്ക് ആഗ്രഹം കൊണ്ട് എങ്ങനെയെങ്കിലും മന്മഥൻ സാർ ഇതിലൊന്ന് അഭിനയിക്കണം പറഞ്ഞ് സമ്മതിക്കോ? അതിന് സമ്മതിച്ചില്ല. അവസാനം അവര് പൊറുതി മുട്ടിട്ട് അവറ്റ പറഞ്ഞ് മൂപ്പരോട് പറഞ്ഞില്ല. പറയാണ്ടൊരു പണി കാട്ടി എന്താ വെച്ചാ, ആ സിനിമയിലത്തെ ഒരു പാട്ട്, ആ പാട്ട് മൂപ്പരുടെ പേരിൽ അങ്ങോട്ട് ഇട്ട് മന്മഥരാസ കേട്ടില്ലേ? അത് ഈ പഹന്റെ പേരല്ലേ. ആ പാട്ടുണ്ടായത് അങ്ങനെയാണ്. അല്ല, അതുകൊണ്ട് ആ പടം ഹിറ്റായി. അല്ല മാത്രല്ല കൊയക്ക അല്ലായിരുന്നെങ്കിൽ അയാൾ ആത്മഹത്യ നിന്ന ആളല്ലേ. അപ്പൊ അങ്ങനെ പല ജാതി ഇതേമാതിരി പല കഥകളും. ഇപ്പൊ ഈ പാലങ്ങൾ ഇവിടെ പണിയുന്നതിന് വേണ്ടിട്ട് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയ ആളാണ് മൂപ്പര്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെട്രോയുടെ വരവ്. മെട്രോ, ഈ മെട്രോ എന്നുള്ള പേരിന് വേറൊരു കഥ ഉണ്ടായി, ഞാൻ പറഞ്ഞുതരാട്ടോ. ലുലുവിലേക്ക്, അതായത് നമ്മുടെ ലുലു ഉണ്ടല്ലോ, ലുലുവിലേക്ക് ഒരു പാലം വേണം പറഞ്ഞിട്ട് യൂസഫ് അലി അന്ന് കുറെ ഇടങ്ങറായി പാവം, നടന്നില്ല. അവസാനം മന്മഥ ഇടപെട്ടില്ലേ? അത് എന്താന്ന് പറഞ്ഞു കൊടുക്കേ.